പടം കൊള്ളാം, നല്ല പടമാണ്. ഇപ്പോൾ FDFS തന്നെ കാണണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. കാരണം മോസ്റ്റ് വെയിറ്റഡ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. പിന്നെ ഷെയ്നാണ് ഇതിൻ്റെ ഒരു ഫാക്ടറായിട്ട് കാണാൻ വേണ്ടി വെച്ചിരുന്നത്. പാട്ടൊക്കെ നേരത്തെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടോട്ടലി ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ്. ഫാമിലിക്കും ഈ പറഞ്ഞ പോലെ തന്നെ യൂത്തിനും എല്ലാ അർത്ഥത്തിലും നല്ലൊരു എന്താ പറയുക, ഒരു ഫാമിലി എൻ്റർടൈനറാണ്. അതിലുപരി ഒരു മ്യൂസിക്കൽ ജേണിയാണ്. അടിപൊളി ലവ് സ്റ്റോറിയാണ്. സെക്കൻഡ് ഹാഫിൽ വേറൊരു ട്വിസ്റ്റും പരിപാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിനേക്കാളും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് സെക്കൻഡ് ഹാഫാണ്. അടിപൊളിയാണ്. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ വന്ന് കാണാം, ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണാം. അടിപൊളി പടമാണ്. സമൂഹം കാണണ്ടാന്ന രീതിയിലും പറഞ്ഞാൽ കട്ട് അങ്ങനെ ഉണ്ടോ? രീതിയിലാണല്ലോ എല്ലാം ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് സമൂഹം കാണേണ്ട ഒരു ഇതാണ്. കട്ട് ചെയ്ത് ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇവിടെ ഉള്ളത് നന്നായിട്ട് ചെയ്തിരിക്കും. അല്ല, ഈ സിനിമ ഇങ്ങനെ തടഞ്ഞു വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അറിയില്ല, എന്താ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് കണ്ടതല്ല. ഈ സമയത്ത് ഇപ്പോഴത്തെ ഒരു കെട്ട കാലഘട്ടത്തിൽ, അതായത് നമ്മളിപ്പോൾ കണ്ടില്ലേ ക്രിസ്മസ് കരോള്, അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് ഇങ്ങനെ മതത്തിനെയും അതുപോലെ തന്നെ ഒക്കെ ഭ്രാന്ത് പിടിച്ച് കിടക്കുന്ന ആൾക്കാരൊക്കെ പോയി കാണേണ്ട ഒരു പടമാണ്. അത് ഒരു മതത്തിനെ അതിൽ വ്രണപ്പെടുത്തിയിട്ടില്ല. ഒരു മനുഷ്യരും, അതായത് മുസ്ലിങ്ങൾക്കായാലും ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മതമില്ലാത്തവർക്കും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ വിഷയങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കേട്ടാണ് അതിൻ്റെ വിവാദങ്ങളും ഇതൊക്കെ. 2.5 വർഷമായിട്ട് ഈ പടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ പോയാൽ പോലും നമുക്കത് വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സ് ഇതിനൊക്കെ സൂപ്പറാണ്. എല്ലാവരും കാണേണ്ട പടം. നല്ല മ്യൂസിക് ഡയറക്ഷൻ, പിന്നെ കോമ്പോസിഷൻ, പാട്ടുകളൊക്കെ അടിപൊളി, ഡാൻസുകൾ അതിനേക്കാളും അടിപൊളി. പിന്നെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തീമുകൾ ഒന്നിച്ച് വെച്ചൊരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ അവസാനം വളരെ പോസിറ്റീവായിരുന്നു. എൻ്റെ ശബ്ദം ഇത്തിരി അടഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സിനിമയുടെ അവസാനം വളരെ പോസിറ്റീവായിട്ട് തന്നെ എന്ത് ചെയ്തു. അപ്പോൾ ഡയറക്ഷൻ വൈസ് ആയാലും മ്യൂസിക് വൈസ് ആയാലും ഡാൻസ് വൈസ് ആയാലും മ്യൂസിക്കൽ കോമ്പോസിഷൻ വൈസ് ആയാലും ഒക്കെ വളരെ നന്നായിരുന്നു. ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനും പറ്റിയൊരു നല്ല സിനിമ. ഗോഡ് ബ്ലെസ്. നല്ല മൂവിയാണ്. എല്ലാവരും ഇപ്പോഴെങ്കിലും കാലഘട്ടം മാറേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഒന്ന് കാണാം. അല്ല, ഈ സിനിമ ആവശ്യമുണ്ടെന്നാണ് എൻ്റെ ഒരു അനുമാനം. സെൻസർ ബോർഡൊക്കെ ഒരുപാട് കട്ട് പറയുന്നുണ്ടല്ലോ, അത്രയും കട്ടുകൾ വേണ്ട ആവശ്യമില്ല. ശരിക്കും ഇങ്ങനത്തെ സിനിമകളാണ് വേണ്ടത്. ഇപ്പോഴത്തെ ജനറേഷൻ ഇത് എന്തായാലും ഒരു നല്ലൊരു മെസ്സേജായിരുന്നു. പോരാട്ടങ്ങളൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് മാത്രം കട്ട് ചെയ്യാൻ അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതുണ്ട്. പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നല്ലതായിട്ടാണ് ഡയറക്ടറാണെങ്കിലും നല്ലതായിട്ടാണ് ചെയ്തിരിക്കുന്നത്.